عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെയും നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചും നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുമെല്ലാം ഉറ്റാലോചിക്കുക എന്നുള്ളത്, ആഴത്തിൽ ചിന്തിക്കുക എന്നുള്ളത്. എന്നാൽ ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ചോ ഞാൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ചോ ചിന്തിക്കാത്ത ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികൾക്ക് പോലും അവരുടെ ഈ ചിന്ത നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളിൽ പാപങ്ങൾ സംഭവിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, ആ ഒരു കാര്യത്തെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അശ്രദ്ധയെ തൊട്ട് അഥവാ ഗഫ്ലത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധരുടെ കൂട്ടത്തിലാകരുത്, നീ അശ്രദ്ധരുടെ കൂട്ടത്തിലാകരുത്. അതായത് ഒരു ചിന്തയുമില്ലാതെ ഏതൊന്നിനാണോ നാം സൃഷ്ടിക്കപ്പെട്ടത് ആ ചിന്തയില്ലാത്ത ഒരാളായി നീ മാറാൻ പാടില്ല എന്ന്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ, ധാരാളം ആളുകൾ, ജനങ്ങളിൽ ധാരാളം പേർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, അള്ളാഹു പറയാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അവർ അശ്രദ്ധരാണ്, അവർ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, അവർക്ക് ഭൗതികമായിട്ടുള്ള ദുനിയവിയായിട്ടുള്ള അതിന്റെ ബാഹ്യമായ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിവുണ്ട്, അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്നാൽ പരലോകത്തെ സംബന്ധിച്ച്, അവരുടെ മരണശേഷമുള്ള ജീവിതത്തിനെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇനി സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആ അശ്രദ്ധരായവരുടെ കൂട്ടത്തിൽ, ഗഫ്ലത്ത് ബാധിച്ചവരുടെ കൂട്ടത്തിലായിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ചില അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും ഒന്നാമത്തേത് നിസ്കാരത്തിൽ അലസരാവുക, അള്ളാഹുവിനുള്ള അനുസരണങ്ങളിൽ അലസനായി തീരുക എന്നുള്ളതാണ്. ഏറ്റവും അധികം ഗഫ്ലത്ത് ബാധിച്ച മുനാഫിഖുകളെ പറ്റി, മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ബാഹ്യമായി അറിയുന്ന എന്നാൽ ഉള്ളിൽ നിഫാഖ് വെച്ചിട്ടുള്ള, കുഫർ വെച്ചിട്ടുള്ള ആളുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, ഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ നിസ്കരിക്കുന്ന സമയത്ത് അലസന്മാരായിക്കൊണ്ടാണ് നിസ്കരിക്കുക, അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമേ അവർ ഓർക്കുകയുള്ളൂ എന്നുള്ളത്. അതേ സഹോദരങ്ങളെ, അള്ളാഹുവിനുള്ള അനുസരണത്തിലും അള്ളാഹുവിനുള്ള ദിക്റിലും അള്ളാഹുവിനുള്ള മറ്റുള്ള ഇബാദത്തുകളിലും നമുക്ക് അലസത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിനോടൊരു മടുപ്പും മടിയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക നമുക്ക് ഗഫ്ലത്ത് ബാധിച്ചിട്ടുണ്ട് എന്ന്. മറ്റൊന്ന് മനസ്സിലാക്കാനുള്ള അടയാളം ശർഈയായ ഇൽമു പഠിക്കുന്നതിനോടുള്ള താല്പര്യക്കുറവ്, അതിനെ തൊട്ടുള്ള അശ്രദ്ധ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ അതിനെ തൊട്ടുള്ള അലസത, അതുപോലെ തന്നെ മടുപ്പ്, അതിനോടുള്ള താല്പര്യക്കുറവ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യാൻ, അള്ളാഹുവിനെ സ്മരിക്കേണ്ട പ്രത്യേകമായ സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രഭാതത്തിലും പ്രദേശത്തിലും നിസ്കാരശേഷവും രാത്രി കിടക്കുമ്പോഴുമെല്ലാമുള്ള പ്രത്യേകമായിട്ടുള്ളതും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ദിക്റുകളുമെല്ലാം, അതിനോടെല്ലാം താല്പര്യമില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ, അതിനേക്കൊന്നും മുന്നിട്ടിറങ്ങാത്ത അവസ്ഥ നമുക്കുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കുക അത് ഗഫ്ലത്തുള്ളവരുടെ, അശ്രദ്ധ ബാധിച്ചവരുടെ അടയാളമാണ് എന്ന്. മറ്റൊരടയാളം സഹോദരങ്ങളെ, സമയം അനാവശ്യമായി പാഴാക്കുക എന്നുള്ളതാണ്.
ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ സമയത്തെ പാഴാക്കി കളയുന്ന ആളുകൾ അശ്രദ്ധ ബാധിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നോക്കൂ, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, അധിക ആളുകളും വഞ്ചിതരായി പോകുന്ന, കബളിപ്പിക്കപ്പെട്ടു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ, അത് ആരോഗ്യവും ഒഴിവു സമയവുമാണ്. നാം എന്തിനാണ് നമ്മുടെ സമയം ചെലവഴിക്കുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പരലോകത്തേക്ക് ഉപകരിക്കുന്നതോ അല്ലെങ്കിൽ ദുനിയവിയായ അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലാണോ നമ്മുടെ സമയം നാം ചെലവഴിക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം ഗഫലത്ത് ബാധിച്ച, അശ്രദ്ധ ബാധിച്ച ആളുകളുടെ ചില അടയാളങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ ഗഫലത്ത് ബാധിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിൽ അശ്രദ്ധ സംഭവിക്കുന്നത്? അതിനുള്ള ചില കാരണങ്ങളും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്രദ്ധ ബാധിച്ച ആളുകളോടൊപ്പമുള്ള സഹവാസമാണ്. അഥവാ ഗഫലത്ത് ബാധിച്ച, തന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത, അതിനെക്കുറിച്ച് സംസാരിക്കാത്ത, അതിനെക്കുറിച്ച് ആലോചിക്കാത്ത, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത, അങ്ങനെ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത അങ്ങനെയുള്ള ആളുകളോടൊപ്പം നാം സഹവസിക്കുക എന്നുള്ളത് നമ്മളിലും അശ്രദ്ധ ഉണ്ടാക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു നോക്കൂ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദൂന വജ്ഹഹു. നീ ഒപ്പം നിൽക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനോട് തേടുന്ന ആളുകളോടൊപ്പമാണ്. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. അതല്ലാത്ത ആളുകളോട് ദുനിയാവിന്റെ അലങ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് നീ അവരിലേക്ക് തിരിയരുത്. വലാ തുതി' മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹ്. നമ്മുടെ ദിക്റിനെ തൊട്ട് ഗഫലത്തിലായിട്ടുള്ള, അശ്രദ്ധമായിട്ടുള്ള ആളുകളെ നീ അനുസരിക്കരുത്. അതുപോലെ തന്നെ സ്വന്തം ഇച്ഛയെ പിൻപറ്റുന്നവരോടൊപ്പവും. അതേ സഹോദരങ്ങളെ, അശ്രദ്ധ ബാധിച്ച ആളുകളോടൊപ്പം ഇരിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കാത്ത ആളുകളോടൊപ്പം സഹവസിക്കുക എന്നുള്ളത് നമ്മെ അശ്രദ്ധരുടെ കൂട്ടത്തിലാക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സഹോദരങ്ങളെ, ഒരാൾക്ക് അശ്രദ്ധ ബാധിക്കാൻ ആഡംബരമായിട്ടുള്ള സുഖലോലുപമായ ജീവിതത്തിൽ പരിധി ലംഘിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അനുവദനീയമായ കാര്യങ്ങളിൽ തന്നെ പരിധി വിട്ട് മുഴുകുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, മനിത്തബഅ അസ്സൈദ ഗഫല. അന്ന് കാലത്ത് ആളുകൾ വളരെ താല്പര്യപൂർവ്വം വിനോദമായി കണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു വേട്ടയാടുക എന്നുള്ളത്. ഭക്ഷണത്തിനപ്പുറത്തേക്ക് അവർ വിനോദമായി കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണോ ആ വേട്ടയാടലിൽ പരിധി വിട്ട് മുഴുകുന്നത്, ഗഫല, അവൻ അശ്രദ്ധനായി തീരും. അഥവാ പരലോകത്തെ ലക്ഷ്യത്തെക്കുറിച്ച്, ദീനിയായ ഹൈറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളിൽ അവൻ അശ്രദ്ധനായി തീരും. ഇന്ന് സഹോദരങ്ങളെ, വിനോദം എന്ന പേരിൽ ബാഹ്യത്തിൽ മുബാഹായിരിക്കും, അനുവദനീയമായിരിക്കും, പക്ഷേ അതിൽ മുഴുകിത്തീരുന്നത് നമ്മെ അശ്രദ്ധരുടെ കൂട്ടത്തിലാക്കാൻ കാരണമാകുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഒരു മുഅ്മിനെ അശ്രദ്ധമാക്കുന്നത് അല്ലെങ്കിൽ അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കസ്റത്തുൽ മആസി, പാപങ്ങൾ അധികരിക്കുക എന്നുള്ളതാണ്. പാപങ്ങൾ ജീവിതത്തിൽ അധികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാധിക്കുന്ന മാരകമായ രോഗമാണ് ഗഫലത്ത് എന്നുള്ളത്. ഗഫലത്ത് ബാധിച്ചാൽ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ നാശത്തിന്റെ തുടക്കമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ. ഒരു സത്യവിശ്വാസി, ഒരു മുഅ്മിൻ, അവന്റെ വിശ്വാസം ശരിയാണ്, അവൻ യഥാർത്ഥ മുഅ്മിനാണ്, പക്ഷെ പാപം സംഭവിച്ചു, അവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ കാനത് നുക്തത്തുസ് സൗദാ ഫീ ഖൽബിഹി. അവന്റെ ഖൽബിൽ ഒരു കറുത്ത കുത്തു വീഴും. ഒരാൾ ഒരു പാപം ചെയ്താൽ അവന്റെ ഖൽബിൽ ഒരു കറുത്ത കുത്തു വീഴും. ഫൈൻ താബ വനസഗ വനസഅ വസ്തഗ്ഫറ സുഖില ഖൽബുഹു. അവൻ പശ്ചാത്തപിച്ച് അതിൽ നിന്ന് ഒഴിവായി ഇസ്തിഗ്ഫാറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഖൽബ് നന്നായി തീരും. ഫൈൻ സാദ സാദത്. അവൻ പാപം കൂടുകയാണെങ്കിൽ അത് വീണ്ടും കൂടി കൂടി കറുത്ത് കരികട്ട പോലെയാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ കറുത്ത് കടുത്തു പോകുന്ന അവസ്ഥ അവന്റെ ഖൽബിനെ ബാധിക്കും. അതെ, പാപങ്ങൾ അധികരിച്ചാൽ, പാപങ്ങൾ സംഭവിക്കുന്നത് നമ്മെ ബാധിക്കുന്ന ഗഫലത്തിന് കാരണമായി തീരും. അതുപോലെ സഹോദരങ്ങളെ, ഗഫലത്ത് ബാധിക്കാനുള്ള മറ്റൊരു കാരണം കാണാം, ഇത്തിബാഉൽ ഹവ, സ്വന്തം ഇച്ഛയെ പിൻപറ്റുക എന്നുള്ളത്. നമുക്ക് തോന്നുന്നതെല്ലാം ശരിയാണ്, ഹക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഓരോന്നിനെയും തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പന അനുസരിക്കാതെ നമ്മുടേതായ ഹവയെ അനുസരിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ. സ്വന്തം ഹവയെ, സ്വന്തം ഇച്ഛയെ ഇലാഹാക്കി സ്വീകരിച്ച ആളെ നീ കണ്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. എന്നിട്ട് പറയാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവനെ വഴികേടിയിലാക്കിയിരിക്കുന്നു, അവന്റെ ഇച്ഛയെ പിൻപറ്റിയത് കൊണ്ട്. എന്നിട്ട് പറയുകയാണ്, വജഅല അലാ ബസരിഹി
വഖതമ അലാ സംഇഹി വഖൽബിഹി വജഅല അലാ ബസ്രിഹി ഗിശാവ. അവന്റെ കേൾവിയും അതുപോലെ തന്നെ അവന്റെ ഖൽബിനും അല്ലാഹു സീൽ വെച്ചിരിക്കുന്നു. അവനൊന്നും കേട്ടാൽ മനസ്സിലാകാൻ പോകുന്നില്ല. അവന്റെ ഖൽബിന് മറയിട്ടിരിക്കുന്നു. അവനൊന്നും ചിന്തിക്കാനും സാധിക്കാത്ത അവസ്ഥയിൽ അല്ലാഹു ആക്കും. അഥവാ ഗഫലത്ത് ബാധിച്ചവനായി, അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയവനായി അവൻ തീരും. അതേ സഹോദരങ്ങളെ, ഹവയെ പിൻപറ്റുക എന്നതല്ല, ഖുർആനിനെയും സുന്നത്തിനെയും ദീനിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെയും അനുസരിക്കുക, കീഴൊതുങ്ങുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. മറ്റൊരു കാരണം സഹോദരങ്ങളെ, ഗഫലത്ത് ബാധിക്കാനുള്ളത് ദീനിൽ നിന്ന് തിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. ദീനിനോട് യാതൊരു താല്പര്യവും കാണിക്കാതെ, അതിന്റെ ഉത്പാദനങ്ങൾക്ക് ചെവി കൊടുക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്കതാ അവരുടെ വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്, അവരുടെ മരണം അടുത്തെത്തിയിട്ടുണ്ട്, അന്ത്യനാൾ അടുത്തെത്തിയിട്ടുണ്ട്, അതിനുശേഷമുള്ള വിചാരണ അടുത്തെത്തിയിട്ടുണ്ട്. അവരതാ ഇനിയും പിന്തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അവന്റെ ദീന് പഠിക്കാൻ, അതറിയാൻ, അതിലേക്ക് അടുക്കാൻ അവർ താല്പര്യം കാണിക്കാതെ തിരിഞ്ഞു പോകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ ദീനിൽ നിന്ന് നമ്മൾ അകന്നു പോയാൽ നമുക്ക് ബാധിക്കുന്നത് ഗഫലത്താണ്. അത് നമ്മുടെ നാശത്തിലേക്ക് കാരണമാകും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗഫലത്ത് ബാധിച്ച, അശ്രദ്ധ ബാധിച്ച ആളുകളിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ, അല്ലെങ്കിൽ നമ്മെ കണ്ടുമുട്ടുമെന്ന് ഭയപ്പെടാത്തവർ, വറദൂ ബിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ ജീവിതം കൊണ്ടതാ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദുനിയാവിൽ അവർക്ക് ലഭിച്ച എല്ലാത്തിലും സുഖ സൗകര്യങ്ങളിലും ഇത് മതിയായതാണ് എന്ന നിലക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വത്മഅന്നു ബിഹാ, അതിലതാ അവർ സമാധാനം കണ്ടെത്തുന്ന, അതിൽ ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അവരാകുന്നു. വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അതുപോലെ തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് ഉറ്റാലോചിക്കാതെ, തഫക്കുറില്ലാതെ അശ്രദ്ധരായി തീരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്കുള്ള പ്രതിഫലത്തെ പറ്റി അള്ളാഹു പറയുകയാണ്, ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ യക്സിബൂൻ, അവർക്ക് ചെന്നെത്താനുള്ളത് നരകത്തിലാണ്, കത്തിജ്വലിക്കുന്ന നരകത്തിലാണ് അശ്രദ്ധരായി ജീവിച്ച ആളുകൾക്ക് ചെന്നെത്താനുള്ളത്. അവർ ചെയ്തതിന്റെ പ്രതിഫലം അവർ നേടിയതാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അടയാളങ്ങളോ ഈ കാരണങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. അശ്രദ്ധയിൽ നിന്ന് മടങ്ങി ഏറ്റവും ഉറ്റാലോചിക്കുന്ന യഖ്വത്തിന്റെ ബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളായി, ജീവിത ലക്ഷ്യത്തിന്റെ ബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകളായി നാം മാറേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരങ്ങളെ, ഗഫലത്തിന്റെ അടയാളങ്ങളും അതിനുള്ള കാരണങ്ങളും അതുകൊണ്ട് പരലോകത്തുണ്ടാകുന്ന നഷ്ടവും നാം മനസ്സിലാക്കി. ഇനി എന്താണ് ഇതിനുള്ള പരിഹാരം? ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള ചികിത്സ? അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പരിഹാരം എന്നുള്ളത് ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശർഈയായ ഇൽമ് പഠിക്കുക എന്നുള്ളതാണ്. ഇൽമ് നേടാൻ വേണ്ടി മുന്നേറുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, അവന്റെ കലാമായ ഖുർആനിനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ കുറിച്ച്, ദീനിന്റെ വിധിവിലക്കുകളെ കുറിച്ച്, ഹറാം ഹലാലുകളെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് ഇതെല്ലാം പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഒന്നാമത്തെ പരിഹാരം എന്നുള്ളത്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ഉറ്റാലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ലക്ഷ്യത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന, സ്വർഗത്തിലേക്ക് നമുക്ക് വഴികാട്ടുന്ന ദാഇയായിട്ടുള്ള ഖുർആനിനെ മുറുകെ പിടിക്കുക, അത് പാരായണം ചെയ്യുക, അതിന്റെ തഫ്സീറുകൾ പഠിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയബന്ധിതമായിട്ടുള്ള ദിക്റുകളുണ്ട്, അതല്ലാതെ പൊതുവായിട്ടുള്ള ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നോക്കൂ, അദ്ദുന്യാ മൽഊന, ദുനിയാവ് ശപിക്കപ്പെട്ട ഒന്നാണ്. മൽഊനും മാ ഫീഹാ, അതിനകത്തുള്ളതെല്ലാം, ഇല്ലാ ദിക്റല്ലാഹ് വമാ വാലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും ഒഴികെ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും ശർഈയായ ഇൽമു പഠിക്കലും അതെല്ലാം ഉണ്ടെങ്കിൽ ഗഫലത്തിന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ്. രണ്ടാമത്തേത് മജാലിസു ദിക്ർ, ദിക്റിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക. അഥവാ ഇൽമിന്റെ സദസ്സുകളിൽ തന്നെയും അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിനെ കുറിച്ച് പറയാനും ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുമുള്ള സദസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മറർതും ബിരിയാദിൽ ജന്ന ഫർതഉ,
സ്വർഗത്തിലെ തോപ്പുകളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുക, അതിനെ ആസ്വദിക്കുന്നതിൽ അതിലൂടെ മുഴുകുക എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, വമാരിയാവുൽ ജന്ന, എന്താണ് റസൂലെ സ്വർഗത്തിന്റെ ഈ പൂന്തോപ്പ് എന്ന് പറഞ്ഞാൽ? ഖാല ഹിൽഖുദ് ദിക്ർ, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടലാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടലാണ്, ആ സദസ്സാണ് എന്ന് പറഞ്ഞു. മറ്റൊന്ന് സഹോദരങ്ങളെ, ഗഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിർബന്ധമായിട്ടുള്ള 5 വഖ്ത് നിസ്കാരം ജമാഅത്തായിക്കൊണ്ട് കൃത്യനിഷ്ഠതയോടുകൂടി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഒരു കാരണത്താലും അത് നഷ്ടപ്പെടാതെ നമ്മുടെ ജോലിയോ കുടുംബമോ മറ്റൊന്നും അതിന് തടസ്സമാകാത്ത രീതിയിൽ ആ നിസ്കാരത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അലാ ഹൗലാഇ സ്വലവാത്തിൽ മക്തൂബാത്ത്, ഈ 5 വഖ്ത് നിസ്കാരം ആരാണോ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്നത്, ലം യുക്തബ് മിനൽ ഗാഫിലീൻ, അശ്രദ്ധരുടെ കൂട്ടത്തിൽ അവനെ രേഖപ്പെടുത്തപ്പെടുകയില്ല. അതുപോലെ തന്നെ രാത്രി നിസ്കാരത്തിനും താല്പര്യം കാണിക്കുക എന്നുള്ളത് ഗഫലത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ബിഅശ്രി ആയാത് ലം യുക്തബ് മിനൽ ഗാഫിലീൻ, 10 ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ആരാണോ രാത്രി നിസ്കരിക്കുന്നത് അവൻ അശ്രദ്ധരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെടുകയില്ല എന്നുള്ളത്. മറ്റൊരു പരിഹാരം സഹോദരങ്ങളെ ദുആ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഗഫലത്തിനെ തൊട്ട് രക്ഷ തേടിക്കൊണ്ട് ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി വൽ ജുബ്നി വൽ ബുഖലി വൽ ഹറമി വൽ ഖസ്വതി വൽ ഗഫലതി. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നതിൽ, പിശുക്കിൽ നിന്നും ദുർബലതയിൽ നിന്നും അലസതയിൽ നിന്നും അതുപോലെ വാർദ്ധക്യത്തിൽ നിന്നും, വാർദ്ധക്യമായാൽ ആ ക്ഷീണമാകുന്നതിൽ നിന്നും അതിനെ തൊട്ടെല്ലാം തേടുന്നതിൽ അതിലൊന്ന് പറഞ്ഞത് ഗഫലത്താണ്, അശ്രദ്ധയിൽ നിന്ന് രക്ഷ നേടാനാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അസ്സുഹ്ദു ഫി ദുനിയ, ദുനിയാവിനോട് വിരക്തി കാണിക്കുക എന്നുള്ളത്. ദുനിയാവിനോട് വിരക്തി കാണിക്കുക, ദുനിയാവിൽ മുഴുകി ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ മാത്രം മുഴുകിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സഹോദരങ്ങളെ, ഗഫലത്തിൽ നിന്ന് രക്ഷ നേടാൻ മരണത്തെ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നമ്മെ അശ്രദ്ധരാക്കുന്ന പരലോക രക്ഷയിൽ തെറ്റിക്കുന്ന എല്ലാവിധ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന നമ്മുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ ദക്കറഹു അബ്ദുൻ ഖത്തു വഹുവ ഫീ ദീഖിൻ ഇല്ലാ വസ്സഅഹു അലൈഹി, അവൻ എന്തെങ്കിലും ഞെരുക്കത്തിലാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ ആ ഞെരുക്കം അവന് വിശാലമാകാതിരിക്കുകയില്ല. വലാ ദക്കറഹു ഫീ സിഅത്തിൻ ഇല്ലാ വയ്യഖഹു അലൈഹി, വിശാലതയിലാണ് അവൻ മരണത്തെ ഓർക്കുന്നത് എങ്കിൽ അവനത് ഇടുങ്ങുകയും ചെയ്യും. അതെ, ധാരാളമായി നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത് ജീവിത ലക്ഷ്യത്തിന്റെ ഓർമ്മ നിലനിർത്താനും അശ്രദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാനും കാരണമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഗഫലത്ത് എന്നുള്ളത്. അതിന്റെ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടോ നോക്കണം, അതിനുള്ള കാരണങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നുണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നാം പകർത്തണം. അതില്ല എങ്കിൽ ആ പരിഹാരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ അശ്രദ്ധ ബാധിക്കാത്ത ആളുകളായി തീരുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കുന്ന യഖ്ളത്തുള്ള തഫക്കറുള്ള ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.